നമസ്കാരം. നമസ്കാരം. ആദ്യം ഒന്ന് സ്വയം പരിചയപ്പെടുത്തൂ. ബേബി എന്നാണ് പേര്. തലമാടത്താഴാണ്. ഓക്കെ. 2024 ഒരു ജൂൺ 10-ാം തീയതിയാണ് ആദ്യമായിട്ട് പെട്ടെന്നുണ്ടായ ഒരു ശ്വാസതടസ്സവും അതുപോലെ നെഞ്ചുവേദനയൊക്കെ ആയിട്ട് ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ ആ ഒരു ദിവസം ഒന്ന് ഓർത്തെടുക്കാം. എന്തൊക്കെയായിരുന്നു അന്നുണ്ടായിരുന്നത്? 3 ദിവസം മുന്നേ പുറവേദനയും നെഞ്ചുവേദനയും വന്നു. അപ്പൊ നെഞ്ചുവേദന എന്നറിയില്ല. പക്ഷെ അവിടെ ഒരു ആയുർവേദ ഡോക്ടർ ഉണ്ട്, കണ്ണാടിക്കല് സുന്ദരേശ് എന്ന് പറഞ്ഞ ഡോക്ടറാണ്. അയാളോട് പോയി പറഞ്ഞപ്പോൾ അയാൾ ഗ്യാസിന്റെ മരുന്ന് 3 ദിവസത്തേക്ക് തന്നു. ആ 3 ദിവസവും കുടിച്ചപ്പോൾ സാവധാനം വേദന കുറഞ്ഞുകൊണ്ടിരുന്ന്. പിന്നെ 4-ാം ദിവസമാണ് ഈ സാറിൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് രാത്രി എണീക്കാനും നടക്കാനും വയ്യാതായി. അപ്പൊ ഞാൻ അനിയത്തിനോട് പറഞ്ഞു, പിന്നെ എനിക്ക് ചെറിയൊരു വേദനയുണ്ട്, ഞാൻ പോയി നോക്കട്ടെ. അന്ന് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? അന്നേരം ഈ ഭാഗം കുഴച്ചിൽ വന്നു, ഈ അധികം വേദന വന്നു, ഈ കയ്യും കുഴഞ്ഞ് ഈ കാലും കുഴച്ചിൽ വന്ന്, പിന്നെ ശ്വാസം തീരെ കിട്ടാണ്ട് വേർക്കാനും തുടങ്ങി. അങ്ങനെ ഇങ്ങനെയെങ്കിലും ഇവിടെ ഓട്ടോ വിളിച്ച് ഇവിടെ എത്തി. അപ്പൊ സാറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ സാറ് കയ്യും പിടിച്ച് നോക്കിയപ്പോൾ പറഞ്ഞ അറ്റേക്കാണ്. അപ്പൊ മുന്നിൽ വെച്ച് എന്താ ചെയ്യുന്നു, പിന്നെ ആശുപത്രിയിൽ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ആശുപത്രിയിൽ ഞാൻ പോണില്ല, എനിക്ക് ആശുപത്രിയിൽ മരുന്നൊന്നും പറ്റൂല. അപ്പോൾ അതുകൊണ്ട് സാറിൻ്റെ അടുത്ത് എന്തെങ്കിലും മതി, മരിക്കുകയാണെങ്കിൽ ഇവിടുന്ന് മരിക്കുകയെന്നല്ലാണ്ട് വേറെ ചികിത്സക്ക് പോണില്ലായിരുന്നു. അപ്പോൾ മോളെ വിളിച്ചു വരുത്തി. മോളോട് വെച്ചപ്പോൾ മോള് പറഞ്ഞ് സാറിന് വിശ്വാസം എനിക്ക്, അതുകൊണ്ട് സാറിൻ്റെ മരുന്ന് മതി എന്ന് പറഞ്ഞാ. അപ്പൊ അങ്ങനെ പിന്നെ ആ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന് സാറ് പറഞ്ഞ ഒരാഴ്ച പുരാവസ്ഥ ചെയ്യാൻ. അത് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടെ എന്നാള് കുറച്ച് ദിവസം മുന്നേ ഒരു ശ്വാസതടസ്സം പോലെ വന്നു. അപ്പം ഗായത്രി ഡോക്ടർ പറഞ്ഞാണല്ലോ. അപ്പം ഗായത്രി ഡോക്ടർ സാറിനെ വിളിച്ച് അതിനുള്ള മരുന്ന് തന്നതിന് ശേഷം ആ കിതപ്പൊക്കെ നിന്ന് ഇപ്പൊ ഞാൻ ഓക്കെയാണ്, ഇങ്ങനെ പോകുന്നുണ്ട്. ശ്വാസതടസ്സവും നെഞ്ചുവേദന, കുഴച്ചില്, ഇതൊക്കെയാണ് ഇത്രയും ലക്ഷണങ്ങളാ. കാര്യം ഒരു ഭാഗം കുഴയാണല്ലോ ഈ വേദന കൊണ്ട്. പക്ഷെ മൈനർ അറ്റാക്കാന്ന് പറഞ്ഞു, അതുകൊണ്ട് പിന്നെ പേടിക്കല്ല എന്ന് പറഞ്ഞു. നമുക്ക് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ആണ് ഇതുവരെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാ. ആ രണ്ടാമതൊരു പുരാവസ്ഥ എടുത്ത് നേരിട്ട് ഇവിടെയാ വന്ന്, വേറെ എവിടെയും കാണിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് പണിയെല്ലാം എടുക്കാം, പിന്നെ കൊത്താനും മുറിക്കാനും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കുറച്ച്. അപ്പൊ അതിനൊന്നും തടസ്സമൊന്നും തോന്നുന്നില്ല. ഒറ്റയ്ക്കൊന്നും എടുക്കാൻ കഴിയില്ലായിരുന്നു, ശ്വാസം മുട്ടിയായിരുന്നു. എന്തെങ്കിലും പണിയെടുക്കുമ്പോ അപ്പോൾ അതൊന്നുമില്ല. അപ്പൊ കയ്യിന്റെ വേദനയുള്ളൂ, കൈ പൊട്ടിയതിന്റെ വേദനയാണ്, വേറെ ഇതിന്റെ അറ്റാക്കിന്റെ വേദനകളൊന്നുമില്ല. അന്ന് വരുന്ന സമയത്ത് ഒരു ട്രോപ്പോണിൻ ലെവല് 538 ആയിരുന്നു അതിന്റെ വാല്യൂ. അതായത് സീരിയസ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് സൈൻ ആണ് ഹാർട്ട് അറ്റാക്കിന്റെ, അല്ലെങ്കിൽ ഹാർട്ട് മസിൽ ഡാമേജ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്. അപ്പൊ അതിനെ തുടർന്ന് എത്ര ദിവസമാണ് ഇവിടെ ട്രീറ്റ്മെന്റിൽ ഉണ്ടായിരുന്നത്? അന്ന് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് ചെയ്തത്? മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന് 7 ദിവസം പുരാവസ്ഥ ചെയ്ത് അതിനുശേഷം പിന്നെ വേറെ മരുന്ന് തന്നെ തന്നത്. പിന്നെ രണ്ടാമത് എന്നോട് പറഞ്ഞ് ഒരു 3D എക്കോ എടുക്കാൻ. 3D എക്കോ എടുത്തപ്പോ പറഞ്ഞ് സാറ് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, അതിലൊന്നും കാണാനില്ല എന്ന് പറഞ്ഞു. 7 ദിവസത്തെ ട്രീറ്റ്മെന്റ്. മരുന്നുകളും ചികിത്സ ഇപ്പോഴും തുടരുന്നുണ്ട് അന്ന് മുതൽ? ഏകദേശം 1 വർഷത്തിലധികമായിട്ട് മരുന്നുകൾ കഴിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും പിന്നീട് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? 1 വർഷത്തിലിടയോ? അതെ, 2 എണ്ണം എടുത്തിട്ടുള്ളൂ, പിന്നെ എടുത്തില്ല. ഇപ്പൊ ഏറ്റവും അവസാനം ചെയ്തിട്ടുള്ള 3D എക്കോയില് മുൻപ് റീജിയണൽ വാൾ മോഷൻ അബ്നോർമാലിറ്റി ഉണ്ടായിരുന്നത്, ഇപ്പോ നോ റീജിയണൽ വാൾ മോഷൻ അബ്നോർമാലിറ്റി എന്നുള്ളതാണ് അതിന്റെ ഒരു ഇംപ്രഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അത് ബെറ്റർ ആണ്. അപ്പൊ ഇപ്പൊ ജീവിതം എത്രത്തോളം ബെറ്റർ ആയിട്ടുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല, ഉഷാറായി തട്ടുണ്ട്. ഇപ്പൊ ലേശം ഓടി നോക്കൂ, അതിനൊന്നും ഓടുമ്പോ ഒന്നും കിടക്കായിരുന്നു, ഓടാൻ കഴിയില്ല. ഇപ്പൊ ലേശം ഓടി നോക്കൂ. നമ്മളുടെ ഒരു ഡെയിലി ലൈഫൊക്കെ നന്നായിട്ട് പോകുന്നു.